മഴ കൂടി വർഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടും. അതിവേഗതയിൽ വരുന്ന നിങ്ങളുടെ വാഹനം തീർച്ചയായിട്ടും മഴയും കൂടി പെയ്ത ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വാഹനം മുന്നോട്ട് പോകുന്നതെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് വാഹനം നഷ്ടപ്പെട്ടു പോകും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടി വരുന്നത്. ശരിക്കും നമ്മുടെ ഫിസിക്സിൽ ഒരു കോൺസെപ്റ്റ് കൂടി പറയാറുണ്ട്. ഒരു റിയാക്ഷൻ ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് ദ ടൈം ടു ഒബ്സർവ്, തിങ്ക് ആൻഡ് ആക്ട്. അതിൻ്റെ കോൺസെപ്റ്റ് നോക്കൂ, ഒരു വസ്തുവിനെ നിങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് പ്രവർത്തിക്കാനുള്ളൊരു ടൈമാണ് റിയാക്ഷൻ ടൈം. അതൊരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യതയായിരിക്കണം. ഞാൻ പറയുന്നത്, നിങ്ങളിങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ നിങ്ങളൊരാളെ കാണുന്നു, അയാളെ നിങ്ങൾ നന്നായി നിരീക്ഷിച്ച്, എന്നിട്ട് എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച്, എന്നിട്ട് ശരിയാണ് ബ്രേക്ക് ചവിട്ടണം എന്ന് ചിന്തിച്ച്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ആ ഒരു റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് വളരെ മൊമെൻറ്റിൽ, വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു ഡ്രൈവറുടെ ചിന്തയിലേക്ക് വരേണ്ട സാധനമാണ്.